എങ്ങനെ റൂം ഓക്കെ ആണല്ലോ? നല്ല റൂം. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? എന്താ? ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു റിസോർട്ടിൽ വരുന്നു. അപ്പൊ വേറൊരു ഭർത്താവും വേറൊരു ഭാര്യയും വരുന്നു. ആ ഭാര്യ പറഞ്ഞു ഈ ഭാര്യ മറ്റേയാളുടെ ഭാര്യയാണെന്ന്. ഒപ്പ വേറൊരു ഭാര്യയും ഭർത്താവും വരുന്നു. ഈയക്കെന്താ വട്ടുണ്ടോ? ഇതിലൊരു ഭാര്യക്ക് വട്ടുണ്ട്. അപ്പൊ ഞാനാരാ? താനൊന്ന് മുറിക്ക് പുറത്തു പോയേ. അയ്യോ എന്റെ കുട്ടി, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാ. 3 മലയാളി ഫാമിലീസ് ഇവിടെ വന്നിട്ടുണ്ട്. അതിലൊരാൾ പത്രാധിപർ, വേറൊരാൾ ഫോട്ടോഗ്രാഫർ, മൂന്നാമതൊരാൾ എന്തേത് ജോഗിങ്. ഇതുപോലൊരു ജോഗിങ് ഞാൻ അങ്ങോട്ട് വെച്ച് തന്നാണ്ടല്ല. ഇയാൾ എന്തൊക്കെയോ പറയുന്നു. ഞാനൊരു കടങ്കഥ ചോദിക്കാം. കണക്കിലെ കളി. 3 ഭർത്താവിന് 2 ഭാര്യ, 2 ഭാര്യക്ക് 1 ഭർത്താവ്. ഈ കഥക്ക് ഉത്തരം ചൊല്ലുവാൻ പോരാമോ? ഇല്ലെങ്കിൽ സുല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം. ഉളക്കുരുവികളും വേളപ്പറവകളും കടം വരുന്നേ കാടം വരുന്നേ കുടരുമാടനുണ്ടേ. അതിനു മുമ്പ് എത്തിയിട്ടില്ലല്ലോ. തോറ്റല്ലേ? ഇതൊന്നും ആരോടും പറയലടോ. രാഹുൽ രാഹുൽ ശ്രേയ വന്നിട്ടുണ്ടോ? ജോണും ഭാര്യയും വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പരസ്പരം അറിഞ്ഞോണ്ടുള്ള വരവല്ലേ? ഏതാ കോട്ടേജ്? ഇത് ഈ കടങ്കഥക്ക് ഒന്ന് ഉത്തരം പറയാമോ? 3 ഭർത്താക്കന്മാർ. ഇനി കടങ്കഥ കൊണ്ട് വന്നാണ്ടല്ലോ. പിടിച്ചേ. കടങ്കഥയുടെ ഉത്തരം ഏതാണ്ട് എനിക്ക് പിടികിട്ടി തുടങ്ങി. മൂന്തേട്ടാ, എന്താ കൃഷ്ണേന്ദു? അല്ല, നമ്മൾ ഹോട്ടലിൽ റൂം എടുത്തു. പക്ഷെ റൂമിൽ ഇരിക്കുന്നതേ ഇല്ല, ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു. അതെന്താ? അവിടെ ഇരുന്ന് ഞാൻ ചുറ്റി പോയില്ലേ? അല്ല, തല ചുറ്റലേ നെഞ്ചുവേദന തുടങ്ങി പിന്നെ തലയിലേക്ക് വന്ന് വന്നേ. നല്ല രസമുണ്ട് അല്ലേ? കൃഷ്ണേന്ദു, കൃഷ്ണേന്ദു അവരെ സ്വസ്ഥമായിട്ട് മധുവിധു ആഘോഷിക്കാൻ സമ്മതിക്കില്ല അല്ലേടാ ഗുണ്ടേ? കൃഷ്ണേന്ദു കുട്ടിയെ ജോണിന്റെ അടുത്ത് അകറ്റി നിർത്തിയേക്കാണോ? എന്താ കൃഷ്ണേന്ദു ഇത് അന്യനാടല്ലേ? നീ എന്തായി കാണിക്കണം? വന്നേ. കുട്ടി എന്റെ കൂടെ പോന്നോളൂ. അയ്യോ അതല്ല, അവർക്ക് ആങ്ങളേക്ക് പെങ്ങളേക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കാണും. നീ വന്നേ. ഇത് ഇവിടെ അവസാനിപ്പിച്ചില്ലല്ലോ. എന്നെ തനിക്ക് അറിയാം. ശരിയാക്കില്ല ഞാൻ. എന്റെ ആഗ്രഹങ്ങളൊന്നും ഈ ജന്മം നടക്കാൻ പോണില്ല. ഞാൻ ഇവിടുന്ന് ചാടി ചാവും. നിന്റെ അമ്മയെ കെട്ടിക്കാൻ. എടാ എന്റെ മുസ്ലിം പെണ്ണ് നിനക്ക് ഇത് മനസ്സിലാവും. നീ പോടാ മലേഷ്യ പോയി. നമ്മളിപ്പോ ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത്. ഏത് നേരം വേണമെങ്കിൽ പൊട്ടാം. ഞാനൊരു കാര്യം പറയാം. നമുക്കിത് തന്ത്രപരമായി. നീ മിണ്ടരുത്. ചേട്ടായി പറയട്ടെ, മറ്റേത് പൊട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇവിടെ തമ്മിൽ കാണാൻ പാടില്ല. നമ്മൾക്കിടയിൽ തന്നെ നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നു. അതായത് ഇപ്പൊ ഞാനും കൃഷ്ണേന്ദും കൂടി 7 മണിക്ക് പുറത്തു പോവാണെങ്കിൽ നീ ശ്രേയം കൂടി 8 മണിക്ക് പോയിക്കോ. നീ 9 മണിക്ക് പോ. എന്നിട്ട് വൈകുന്നേരം ഷോപ്പിംഗും മറ്റ് കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വ്യത്യസ്ത സമയങ്ങളിൽ തിരിച്ചെത്തുന്നു. ഇനി അഥവാ നമ്മൾ ഹോട്ടലിൽ തന്നെയുള്ള ദിവസമാണെന്ന് വെക്കേ, ഞാൻ കടലിൽ കുളിക്കുമ്പോ ഇവൻ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നു. അപ്പൊ ഞാനോ? നീ ബാത്റൂമിൽ കുളിച്ചോ? അതൊരു നല്ല ഐഡിയ ആണ്. ഞാൻ ബാത്റൂമിൽ കുളിച്ചു കഴിഞ്ഞത് കുടഞ്ഞിങ്ങനെ അടിയിൽ കൂടെ ചുറ്റിയെടുത്തേ. എന്നെ കൊണ്ട് പറയിക്കരുത്. കർത്താവേ, ചാർട്ടും പ്ലാനും വരച്ച് ഹണിമൂൺ ആഘോഷിക്കുന്ന ലോകത്തിൽ ആദ്യത്തെ ഭർത്താവ് ചേട്ടായിയേ ചിലപ്പോ ഞാനായിരിക്കും. വിട്ടുകളയടാ. നമ്മുടെ കണ്ണിൽ ഒരു മുള്ളു കൊണ്ടു. അത് കൃഷ്ണമണിക്ക് പോലും കേടില്ലാത്ത രീതിയിൽ പുല്ല് പോലെ നമ്മൾ എടുത്തു കളയുന്നു. അത്രേ ഉള്ളൂ. ടേക്ക് ഇറ്റ് ഈസി മാൻ. ചേട്ടായി കൊളാവോ? ടേക്ക് ഇറ്റ് ഈസി മാൻ. അതെ, ഒരു കാര്യം തല്ലരുത്. ആ പഴകുറ്റിയും കൂടി ഒന്ന് വാങ്ങിക്കണം. നമ്മുടെ ഈ പ്ലാനിനെ കുറിച്ച് അയാളെ കൂടി ഒന്ന് അറിയിക്കണം. മതി, ഇതെന്തൊരു ചാട്ടോ മറിച്ചില്ലോ. കൊച്ചുകുട്ടിയാണെന്ന വിചാരം. കേറി വന്നേ. എടീ, ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാലേ നടുത്തുണ്ടം തിന്നണം. ഈ കടലിലെ കുളിയും ഈ കുഞ്ഞി ട്രൗസറും ലേശം ബിയറും ഇതൊക്കെ ഇവിടെയല്ലേ നടക്കൂ. നാട്ടിൽ ചെന്നാ വല്ലതും നടക്കൂ. നീ ഇറങ്ങി വാടി. ഞാനില്ല മൂന്നേട്ടാ. എടീ, ഇന്നും കൂടി ഫ്രീ ഉള്ളൂ. നാളെ മറ്റന്നാൾ സിംഗപ്പൂർ മീറ്റിംഗ്. അതിനടുത്ത ദിവസം നമ്മൾ അങ്ങ് തിരിച്ചു പോവുകയും ചെയ്യും. നീ വന്നേ. വന്നേ. അയ്യോ ഞാനില്ല. ആരെങ്കിലും കണ്ടാ നാണക്കേട്. എടീ, അതൊക്കെ അങ്ങ് നാട്ടില്. ഇവിടെ ആര് കാണാൻ? നീ വന്നേ. ഞാനില്ല മൂന്നേട്ടാ. ഗർഭസ്ഥ ശിശുവിന് കടലിലെ സ്നാനം കേമാന്നാ പറയുന്നത്. എന്നാ ഞാൻ കുളിക്കാം. വാ, എണ്ണ തേച്ചിട്ട് വരാം. എന്നാ പിന്നെ എണ്ണ മാത്രം ആക്കണ്ട. ലേശം ഇഞ്ചിയും രാസ്നാദിപ്പൊടിയും ഒരു ബക്കറ്റും ഒരു മഗ്ഗും എടുത്തോളൂ. ഇന്ന് ഇവിടുന്ന് കോരിക്കുളി ആവാം. ഒരൊറ്റപ്പെടയാ നന്നാണ്ടല്ലോ. നീ ഇറങ്ങടി. എണ്ണ തേച്ച് കുളിച്ചില്ലെങ്കിൽ എനിക്ക് പനി പിടിക്കും മൂന്നേട്ടാ. എന്നാ പോയി തേച്ചിട്ട് വാ. അയ്യോ, നമ്മുടെ കയ്യിലെ എണ്ണ തീർന്നല്ലോ.
ഞാൻ ശ്രേയോട് ചോദിച്ചിട്ട് ഇതാ വരുന്നു. ആഹാ, നീ ഇവിടെ വന്നിരിക്കുക. റൂമിൽ നോക്കിയപ്പോ കണ്ടില്ല. അതെ, കുറച്ച് കാച്ചെണ്ണ ഉണ്ടെങ്കിൽ തന്നെ. അയ്യോ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. സാല നമുക്ക് എലിനയോട് ചോദിക്കാം. വാ. അവളിത് എവിടെ പോയി? ആ ചിലപ്പോ ശ്രേയുടെ അടുത്ത് നിന്ന് കിട്ടാത്തോണ്ട് ജോണിന്റെ മുറി പോയി കാണും. അയ്യോ, ജോണിന്റെ മുറി ചെല്ലുമ്പോ അവിടെ സെറീനയല്ലേ? ഇവളുടെ കണ്ണില് ഡയാനയല്ലേ ജോണിന്റെ ഭാര്യ? എന്റെ അമ്മോ, ഇന്നത്തോടെ എല്ലാം അവസാനിക്കുമല്ലോ എന്റെ കുഞ്ഞിഷ്ണ. നീ ഇതെന്നെ മൃദംഗം വായിക്കുന്നു. അതൊക്കെ എങ്ങനെ ചെയ്യ്. ഈ കോട്ടേജിനകത്ത് തന്നെ ഇരിക്കാതെ പുറത്തെങ്ങാനും പോവായിരുന്നു. ആ എല്ലാം ആദ്യം ഒന്ന് കലങ്ങി തെളിയട്ടെ. എന്ത് കലങ്ങി തെളിയാൻ? ഈ സ്വിമ്മിംഗ് പൂളിൽ വെള്ളം എന്നല്ലേ കലങ്ങി തെളിഞ്ഞ് കുളിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. ഹായ്, ഫുഡ് വന്നല്ലോ. കമേൻ. സുഖം. ജോൺ, അയ്യോ, സെറീന നീ എന്താ ഇവിടെ? ഞങ്ങളുടെ ഹണിമൂണാ. ഈ കോട്ടേജിലോ? അതെ, ഇത് ഞങ്ങളുടെ കോട്ടേജാ. എന്താടാ ജോണി കേൾക്കുന്നേ? അതെന്നാന്നറിയോ ചേട്ടത്തി, ഈ സെറീനയില്ലേ? നീ ഇത്ര വൃത്തികെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സ്വന്തം ഭാര്യ പുറത്തയച്ചിട്ട് ഇവിടെ വേറൊരു പെണ്ണിന്റെ കൂടെ. ഇങ്ങനെയുള്ളൊരു പെണ്ണാണോടി നീ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഇവന്റെ ഭാര്യ എലീന അവളുടെ സഹോദരന്റെ പീഡനം കൊണ്ട് തന്നെ മടുത്തിരിക്കുക. അതിന്റെ ഇടയിൽ ഇങ്ങനെ അവളെ വഞ്ചിക്കുന്നല്ലേ? ജോണിന്റെ ഭാര്യ എലീനയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കല്ലെങ്കിലും ഒന്നും മനസ്സിലാവില്ല. ഇവിടെ നിറഞ്ഞ് നിന്റെ കോട്ടേജ് പോടി. ബഹളം വെക്കല്ലേ? കൃഷ്ണേന്ത് വരുന്നുണ്ട്, ഓടിക്കോ. ഇവനെ ജോലി ഇപ്പൊ തന്നെ പിരിച്ചുവിട്ടേക്കാം. എന്റെ ഭർത്താവിനെ കണ്ടു പഠിക്കടാ. എന്നെ അല്ലാതെ മറ്റൊരു സ്ത്രീയെ തൊടുക പോയിട്ട് മനസ്സിൽ ചിന്തിച്ചിട്ട് കൂടിയില്ല. അല്ല മുന്തട്ടാ? അപ്പൊ ഇയാളാണോ നിന്റെ ഭർത്താവ്? എന്തടി നിനക്കത്ര സംശയം? അങ്ങനെയാണെങ്കിൽ ആ ഭ്രാന്തുള്ള കുട്ടിയുടെ ഭർത്താവ് ആരാ? ഭ്രാന്തുള്ള കുട്ടിയോ? ഏത് ഭ്രാന്തുള്ള കുട്ടി? കൊള്ളാം, അത് അങ്ങോട്ട് തന്നെ ചോദിച്ചാ മതി. മറ്റെന്തും ഞാൻ സഹിക്കും. എന്റെ ഭർത്താവിനെ കുറിച്ച് അപവാദം പറഞ്ഞോളൂ. എന്താ ഇത്? അവരവരുടെ പാട്ടിനെ വിട്ടേക്ക്. അതെ, ഞങ്ങളെ പാട്ടിന് വിടൂ ചേട്ടത്തി. ഇനിയും തലതോർത്തിയില്ല, എനിക്ക് പനി പിടിക്കൂട്ടോ. വന്നേ നിക്ക്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ ഭാര്യ ഇവിടെ വന്നിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്തിട്ട് എന്റെ ബാക്കി കാര്യം. അതിനു മുമ്പ് നിന്റെ ഭാര്യയുടെ അടുത്ത് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. പാടി. അതെ, ഞാൻ പറയട്ടെ. ചേട്ടായി എല്ലാം കൊളമായി. നിന്റെ ഒരു മൂലക്കച്ച. ഞാൻ ചേട്ടായി പ്ലീസ്, ഈ ഹോട്ടലിൽ നിന്ന് അല്ല, ഈ മലേഷ്യയിൽ നിന്ന് എന്നൊന്ന് പോയി തരുമോ? ഞാനെന്തിനാ പോകുന്ന? ഞങ്ങളുടെ ഭാര്യമാരറിഞ്ഞാൽ ആകെ കുഴപ്പമാവും. അല്ല, ഈ ഭാര്യമാരറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തിനാ ചെയ്യാൻ പോകുന്നേ? വേണ്ടായിരുന്നു. കൃഷ്ണേന്ദു, ഞാൻ തല തോർത്തിയിട്ടില്ല കേട്ടോ. ഇനിയും തല തോർത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് പനി പിടിക്കും. അതെ അതെ, തല തോർത്തി കൊടുക്ക സെറീനെ. അല്ല ചേട്ടത്തി, സെറീനെ നിന്റെ ജോണട്ട് വീണടി, രക്ഷിക്കേ. എനിക്കൊന്നും കേക്കണ്ട. പ്ലീസ്, ഇതൊന്ന് വാങ്ങണം. വേണ്ട. എന്നിട്ടൊന്ന് പോയി തരണം. ഇല്ല. കൂടുതലാണെങ്കിൽ നാട്ടിൽ തരാം. വേണ്ട. പ്ലീസ്. നോ. ഇതൊന്ന് വാങ്ങ്. എനിക്ക് തരാന്ന് പറയുന്നു അനുസരിക്കില്ല. ഞാൻ ഈ ഒരു പ്രാവശ്യം എന്താ ഇവിടെ? കുറച്ച് കാശ് കടം വാങ്ങാൻ വന്നതാ. എന്താ ഇവിടെ നടക്കുന്നേ? സത്യം പറ. ഞാൻ പറഞ്ഞില്ലേ, കാശ് കടം. ആരുടെ ഭാര്യ നീ? അതന്നെ എനിക്കും അറിയണ്ട. കൃഷ്ണേന്ദു, തല തോർത്തില്ലെങ്കിൽ എനിക്ക് പനി വരും. അതെ, എല്ലാവരും ഒന്ന് പിരിഞ്ഞു നോക്കിയേ. നിന്റെ പേര് കൃഷ്ണേന്ദുവാണ്, ഇദ്ദേഹത്തിന്റെ വൈഫാണെന്നൊക്കെയല്ലേ എന്നോട് പറഞ്ഞത്? ആര് പറഞ്ഞു? നീ പറഞ്ഞു. ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം നിങ്ങൾ മൂന്നുപേരും കൂടി തീരുമാനിച്ചതല്ലേ? അപ്പൊ അന്ന് നീ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ വന്നതോ? എൻഗേജ്മെന്റ് ദിവസം എന്റെ വീട്ടിൽ വന്നതോ? ഓ അതോ, അത് രാഹുലും ജോണും മുകുന്ദൻജിയും കൂടി അങ്ങ് പറഞ്ഞു കൊടുത്തേ. കൃഷ്ണേന്ദു, തല. മൂന്നുപേരും ചേർന്ന് ഞങ്ങളെ ചതിക്കായിരുന്നല്ലേ? അല്ല കൃഷ്ണൻ ചേട്ടത്തി, ഈ കാര്യം എന്താന്ന് വെച്ചെന്നെങ്കിലേ. വേണ്ട, ശബ്ദത്തിന്റെ പതർച്ചെന്ന് തന്നെ ഒക്കെ മനസ്സിലാവുന്നുണ്ട്. അത് ഞാൻ പറയാം,
ശ്രേയ അതായത് ദേ മിണ്ടരുത്. ആദർശ ഭർത്താവിന്റെ ശരിയായ രൂപം ഞാനിന്ന് കണ്ടു. ശ്രേയ സെറീന വരുന്നുണ്ടോ? കൃഷ്ണേന്ദു, കൃഷ്ണേന്ദു, ഞാൻ കാല് പിടിക്കാം, ഞാൻ പറയുന്നത് ഒന്ന് കേക്ക്. കൃഷ്ണേന്ദു, എന്റെ ശ്രീകുട്ടി വിഡ്ഢികൾ. അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അവരുടെ ഭാര്യമാരാരാണെന്ന്. പക്ഷേ എനിക്ക് മനസ്സിലായി, എനിക്ക് മെന്റലാണെന്ന്.